കഴിഞ്ഞ 45 വർഷത്തെ ഇടതു ഭരണത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായത് കോടികളുടെ നഷ്ടമാണ്. പ്രധാന വരുമാന സ്രോതസ്സായ കെട്ടിട നികുതി പിരിക്കുന്നതിൽ നഗരസഭയുടെ അലംഭാവം കോടികളുടെ നഷ്ടമാണ് വരുത്തിവെച്ചത്. സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പാളയം വാർഡിൽ നിന്ന് മാത്രം പിരിച്ചെടുക്കാനുള്ളത് 12 കോടി 90 ലക്ഷം രൂപയാണ്. കൃത്യസമയത്ത് നികുതി പിരിക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലെന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഇതൊക്കെ നമ്മൾ കോർപ്പറേഷൻ കെട്ടിടത്തിൽ MLA വാടക കൊടുക്കാതെ വർഷങ്ങളായി കഴിയുന്നത് നമ്മൾ കണ്ടു. പിന്നീട് വിവാദമുണ്ടായപ്പോൾ ആ വാടക അടച്ചത് നമ്മൾ കണ്ടു. ഇതിപ്പോൾ സർക്കാർ ഓഫീസുകൾ ഏറെയുള്ളത് പാളയം വാർഡിലാണ്. അവിടെ മാത്രം പരിശോധിച്ചാൽ 13 കോടിയോളം രൂപയാണ് പിരിഞ്ഞു കിട്ടാനുള്ളത്. നോക്കൂ, രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട്, രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട്, സ്വന്തം രാഷ്ട്രീയക്കാർ എന്ന കാരണത്താൽ 45 വർഷം കൊണ്ട് കോടികളുടെ നഷ്ടം ഒരു കോർപ്പറേഷൻ ഭരണ സമിതി വരുത്തി വയ്ക്കുന്നുവെങ്കിൽ അത് നൽകുന്ന സൂചന എന്താണ്? സാധാരണക്കാരെ പിഴിയുന്ന സർക്കാർ ഇത്തരം വലിയ കേന്ദ്രങ്ങളിൽ പണം വാങ്ങേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നത് എന്തുതരം അഴിമതിയാണ്? കൃഷ്ണരാജ്, കഴിഞ്ഞ 45 വർഷത്തെ ഇടതുഭരണം തിരുവനന്തപുരം നഗരസഭയിൽ വരുത്തിവെച്ച ക്രമക്കേടുകൾ അല്ലെങ്കിൽ ആ നഗരസഭയ്ക്കുണ്ടായിട്ടുള്ള ദോഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നഗരസഭയുടെ പ്രധാന സാമ്പത്തിക സോഴ്സ് എന്ന് പറഞ്ഞാൽ നികുതിയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലൊരു നഗരസഭയിൽ അത് നിരവധി കെട്ടിടങ്ങൾ നഗരസഭാ പരിധിയിലുണ്ട്. നഗരസഭയുടേതായിട്ടുള്ള ഈ നഗരസഭയുടെ ഈ കെട്ടിടങ്ങളിൽ നിന്നുള്ള നികുതികൾ കൃത്യമായി പിരിച്ചാൽ തന്നെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് സുഗമമായി നടത്തുന്നതിനാവശ്യമായ സമ്പത്ത് ശേഖരിക്കാൻ കഴിയും. സാമ്പത്തികമായിട്ട് നഗരസഭയ്ക്ക് മെച്ചമുണ്ടാകുകയും ചെയ്യും. അത് കൃത്യസമയത്ത് കൃത്യമായി തന്നെ ഇത്തരം നികുതികൾ, കെട്ടിട നികുതികൾ പിരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ഈ ഇടതു ഭരണത്തിൽ ആര്യ രാജേന്ദ്രൻ വരെയുള്ള ഇടതു ഭരണത്തിൽ നഗരസഭയിൽ നിന്നും കൃത്യമായ രീതിയിൽ ഈ കരം പിടിക്കാതിരുന്നതോടെ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നഗരസഭ നേരിടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഇക്കഴിഞ്ഞ കാലയളവിൽ 107 കോടി രൂപയ്ക്കടുത്താണ് ഇത്തരത്തിൽ അതായത് കരം പിരിക്കാതെ ബാധ്യത വരുത്തി വച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നഗരസഭ കടന്നു പോകുന്നത്. മാത്രമല്ല, നമുക്കറിയാം ഏറ്റവും കൂടുതൽ സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും അടക്കം സ്ഥിതി ചെയ്യുന്നത് ഈ പാളയം മേഖലയിലാണ്. ആ പാളയം വാർഡിലാണ്. പാളയം വാർഡിൽ നിന്ന് മാത്രം പിരിച്ചെടുക്കാനുള്ളത് 12 കോടി രൂപയാണ്. ആ 12 കോടി എന്ന് പറയുമ്പോൾ ഒരു വലിയ തുകയാണ്. അത് എന്തുകൊണ്ട് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇത്തരത്തിൽ ഈ നികുതി പിരിക്കാൻ സാധിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നമായിട്ട് വരികയാണ്. മറ്റ് 10 വാർഡുകൾ, പ്രധാനപ്പെട്ട 10 വാർഡുകളുണ്ട് നഗരസഭ തന്നെ. ആ പ്രധാനപ്പെട്ട 10 വാർഡുകളിൽ നിന്നും ഈ കരം പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നതടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് 30 കോടിക്ക് മുകളിൽ ഇത്തരത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭയിൽ തന്നെ ചില പ്രധാന കെട്ടിടങ്ങൾ, അതായത് ഈ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവിടെയെല്ലാം കരം പിരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നൊന്നും കരം പിടിക്കുകയോ ആ തുക സർക്കാരിലേക്ക്, നഗരസഭയിലേക്ക് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ളൊരു പ്രവർത്തനമായിരുന്നു ഇക്കഴിഞ്ഞ കാലയളവിൽ മൊത്തവും നടന്നത്. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ സാമ്പത്തികമായിട്ട് നഗരസഭ പിന്നോട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല, സമ്പത്ത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞതുമില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊന്നും വലിയ തുകയ്ക്കല്ല വിറ്റിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് ആ നഗരസഭയിൽ ഈ നഗരസഭാ കെട്ടിടങ്ങൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ കെട്ടിടങ്ങൾക്ക് വിൽക്കുമ്പോൾ ആ സ്ക്വയർ ഫീറ്റിന് വലിയ തുക അനുസരിച്ചാണ് സാധാരണ മറ്റുള്ളവർ കൊടുക്കുന്നതെങ്കിൽ നഗരസഭ നൽകുന്നത് കുറഞ്ഞ ചെലവിലാണ്, കുറഞ്ഞ തുകയ്ക്കാണ്. എന്നാൽ ആ കുറഞ്ഞ തുക പോലും പിരിച്ചെടുക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്ത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. 45 വർഷം, 4.5 പതിറ്റാണ്ട് ഈ നഗരസഭ ഭരിച്ചത് ഇടതുപക്ഷമാണ്, CPM ആണ് നേതൃത്വം കൊടുത്തത്. അപ്പോഴൊക്കെ പിരിഞ്ഞു കിട്ടാനുള്ളത് കോടികളാണ് എന്നോർക്കണം. പ്രധാന വരുമാന സ്രോതസ് കെട്ടിട നികുതിയാണ്. അത് പിരിക്കുന്നതിൽ വൻ അലംഭാവമാണ് കാട്ടിയത്. ഈ 4.5 പതിറ്റാണ്ടിനിടെ ഒരു വാർഡിൽ നിന്ന് മാത്രം 13 കോടിയോളം രൂപ പിരിച്ചെടുക്കാനുണ്ട് എന്നോർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.